എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കടല മസാല ഫ്രൈ ആണ്. നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ചൂട് കഞ്ഞിയുടെ ഒപ്പം സെർവ് ചെയ്യാനും ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും നല്ല രുചിയാണ്. ഈ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള 1/4 കിലോ കടല നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കടല വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 6 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടല വെന്തു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാലകളൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഒരു ബോൾ വെളുത്തുള്ളിയും 3 പച്ചമുളകും 1 സ്പൂൺ അളവിലെ ടൊമാറ്റോ സോസും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകുമാണ് നമുക്ക് വേണ്ടത്. ഇനി വെന്തു വന്നിട്ടുള്ള കടല ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിലെ കടുക് ചേർത്തൊന്ന് പൊട്ടി വരുമ്പോൾ പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. സവാള സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്തൊന്ന് വീണ്ടും വഴറ്റാം. സവാള ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ അളവിലെ ചിക്കൻ മസാലപ്പൊടി, ടീസ്പൂൺ അളവിലെ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരുന്ന സോസ് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കടലയും മസാലകളും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് മൊരിയിച്ചു കൂടി എടുക്കണം. 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കടല ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു കടല ഫ്രൈ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.